ഹായ് ഓൾ അസ്സാം വലൈക്കും. എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എന്തൊക്കെ വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഞാനും സുഖമായിട്ടിരിക്കുന്നു. കുറേ ദിവസം ഞാൻ വീഡിയോസൊക്കെ ഇട്ടിട്ട് ഒട്ടും തന്നെ സമയം ഉണ്ടായിട്ടില്ല. പുതിയ വീട് മാറുന്നത് കൊണ്ട് നല്ല തിരക്കാണ്, ക്ലീൻ ചെയ്യാൻ പോകാനും ഒക്കെ നല്ല തിരക്കാണ്. പിന്നെ വൈകിട്ട് 5:30 മണിക്ക് ജോലിയൊക്കെ കഴിഞ്ഞിട്ട് വേണം അവിടുത്തെ സ്വിച്ച് ബോർഡും പിന്നെ ഓരോ സ്ഥലത്ത് പ്ലഗ് ഫിറ്റാക്കാനും സ്വിച്ച് ഫിറ്റാക്കാനൊക്കെ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ രാത്രി കാലങ്ങളിൽ കുറച്ച് വീഡിയോസ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി 2-3 ദിവസം മുന്നേ ഉള്ള വീഡിയോസ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് കേട്ടോ. വീഡിയോസ് എടുത്ത് വെച്ചിരുന്നല്ലാണ്ട് എനിക്കത് അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നില്ല. ടൈമില്ല, ഈ എഡിറ്റൊക്കെ ചെയ്യണ്ടേ, അതിനൊന്നും സമയം ഉണ്ടായിട്ടില്ല. അപ്പോൾ ഞാൻ കുറച്ച് വീഡിയോസ് ആ ദിവസങ്ങളിലൊക്കെ എടുത്ത് വെച്ചതാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. വീഡിയോ മിസ്സാക്കാതെ ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. അതുപോലെ ഇനി സപ്പോർട്ട് ചെയ്യുക. ഓക്കെ. പിന്നെ എൻ്റെ ചാനൽ ഫസ്റ്റ് ടൈമാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ഓക്കെ. അപ്പോൾ ഇത് ഓരോ ദിവസവും നമ്മൾ വൈകിട്ട് 4 മണിക്ക് ശേഷം കുട്ടികൾ ക്ലാസ്സൊക്കെ വിട്ടതിന് ശേഷമാണ് അവിടെ പോകാൻ. അപ്പോൾ ഹസ്ബൻഡ് പറയും വൈകിട്ട് ഞാൻ 5:30 മണിക്ക് വരും, അപ്പോൾ നിങ്ങൾ അവിടെ പോയിക്കോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവിടെ പോയിട്ട് നമുക്ക് പറ്റുന്ന രീതിയിൽ നമ്മൾ ക്ലീൻ ചെയ്തിട്ട് എടുക്കും. പിന്നെ അത് മാത്രമല്ല അവിടെ പണിയൊക്കെ പെയിൻ്റ് അടിക്കലും ഓരോ സ്ഥലത്ത് ഓരോ പണികളുണ്ടായിനി. അപ്പോൾ അതൊക്കെ കഴിഞ്ഞാൽ നമ്മളൊന്ന് ക്ലീൻ ചെയ്യാൻ പോകാൻ. പിന്നെ നമുക്ക് പറ്റാവുന്ന രീതിയിലുള്ള പാത്രങ്ങൾ അങ്ങനെയൊക്കെ കൊണ്ടുപോകും. രാത്രി അവർ ഫ്ലഗൊക്കെ ഇങ്ങനെ സ്വിച്ച് ബോർഡൊക്കെ ഫിറ്റാക്കുന്നതിനിടയിൽ മോനോട് പറഞ്ഞ് ഒരു ബോർഡ് കൊടുത്തിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്ക്, അവിടെ എന്തോ മറവ് ചെയ്യാനുണ്ടേനെ സ്വിച്ച് ബോർഡിൻ്റെ അടുത്ത്. അപ്പോൾ ഓന് ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഹസ്ബൻഡും പിന്നെ അവരെ അനിയന്മാരും ഒക്കെ ഇത് തന്നെയാണ് പണി. അവർ ഭർത്താവിൻ്റെ ഉപ്പാക്കൊക്കെ ഇതന്നെ പണി, ഇലക്ട്രീഷ്യനാണ്. അപ്പോൾ ഓനും ഇതേപോലെ തന്നെ പഠിക്കണം എന്ന ഓരോ ആഗ്രഹം ഭർത്താവിൻ്റെ. ഇതൊരു തൊഴിലല്ലേ, ഇതെല്ലാം അറിഞ്ഞിരിക്കണം എന്നൊക്കെ അവനോട് പറഞ്ഞു കൊടുക്കും. അവനോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കും. അപ്പോൾ എന്തെങ്കിലും ഫിറ്റ് ചെയ്യുന്നൊരു സമയത്ത്, ഫാൻ കേടാകുന്ന സമയത്തൊക്കെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. ഇപ്പനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താൽ അവനക്ക് വേഗം മനസ്സിലാവുകയും ചെയ്യും. ഒരോട്ടെ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമുള്ള വേഗം മനസ്സിലാവും. സ്വിച്ച് ബോർഡ് കട്ട് ചെയ്യാൻ കൊടുത്തിട്ട് തന്നെ വേഗം പെട്ടെന്ന് അത് മുറിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി. അപ്പോൾ നമ്മൾ അവിടുത്തെ പണി ചെറിയ പണിയെല്ലാം കഴിഞ്ഞ് ആകെ 2 മണിക്കൂറേ ഓറ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ എന്തെങ്കിലും ഒരു ക്ഷീണമായി. വീട്ടിൽ ഓഫീസിലെ വർക്കെല്ലാം കഴിഞ്ഞിട്ടാണല്ലോ ഈ വർക്കിന് വരുന്നത്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് വീട്ടിൽ പോകാനായിട്ട് വീട്ടിൽ പോയപാടെ തന്നെ 3-4 പട്ടികളുണ്ട്. അവിടെ ഒരു വലിയൊരു പട്ടി പ്രസവിച്ചിട്ടുണ്ടായിനി. 3-4 കുട്ടികളെ 8 എണ്ണത്തിന് പ്രസവിച്ചിട്ടുണ്ടായിനി. പക്ഷെ 4 എണ്ണം എങ്ങനെയല്ലോ ഇടലോ പോയി. ബാക്കി അവിടെ 3 എണ്ണേ ബാക്കിയുള്ളൂ. അപ്പോൾ ഇവരെയും കാത്തു നിൽക്കുന്നുണ്ട്. അപ്പം എല്ലാ ദിവസവും ഒരു മീൻ മേടിച്ചു കൊടുക്കും. മത്തിയായാലും അയിലായാലും ഇങ്ങനെ മേടിച്ച് കൊണ്ടുപോയി ഇട്ട് കൊടുക്കും. പക്ഷെ അന്ന് അവർക്ക് മേടിക്കാൻ പറ്റിയില്ല. ഇവരെ കണ്ടു കഴിഞ്ഞാൽ 3 നായ്ക്കളും ഓടി വരും കുരച്ചുകൊണ്ട് വിശന്നിട്ട്. രാവിലത്തെ ഉച്ചക്കത്തിലും ഞാൻ കൊടുക്കും. ഇവർ രാത്രി നമ്മൾക്ക് ഒരു മകവിൻ്റെ സമയം നമ്മൾക്ക് ഒരു 7 മണിക്ക് വരാം. അപ്പോൾ മീൻ മേടിച്ചിട്ട് കൊടുക്കലാണ്. അന്നത്തെ ദിവസം മേടിക്കാൻ പറ്റില്ല. ഒരു 5-6 പൊറോട്ട മേടിച്ചിട്ട് മുറിച്ചിട്ട് കൊടുക്കും. ഇവരെ കണ്ടു കഴിഞ്ഞാൽ നായ്ക്കളും പൂച്ചകളും വരും. ഇവർക്ക് പൂച്ചയും നായ്ക്കളും ഇങ്ങനെ ഭയങ്കര ഇഷ്ടമാണ്. ഭക്ഷണം കൊടുക്കാൻ പറഞ്ഞാൽ ഞാനായിട്ട് കൊടുക്കാൻ ലേറ്റ് ആയിട്ടുണ്ട് എന്നെ കലമ്പു, ഇനി എനിക്ക് കൊടുക്കണം ഭക്ഷണം, നമ്മൾ കഴിക്കുന്ന പോലെ തന്നെ എനിക്കും കൊടുക്കണം എന്നെല്ലാം പറയും. അപ്പോൾ അന്നത്തെ ദിവസം രാത്രി കഴിഞ്ഞു. പിറ്റേത്തെ ദിവസം നമ്മൾ വീട്ടിൽ കയറുന്ന ദിവസമാണ് കേട്ടോ. നമ്മൾ 2-3 ദിവസം ഇപ്പോൾ വീട്ടിൽ കയറിയിട്ട് പുതിയ വീട്ടിൽ ആരോടും അങ്ങനെ പറഞ്ഞിട്ടൊന്നുമില്ല. വീട്ടിൽ വർക്കുള്ളത് കൊണ്ട് തന്നെ ഇവർ പറഞ്ഞ ആരോട് പറയാൻ നിൽക്കൊന്നും വേണ്ട, അങ്ങനെ ആരും വന്നിട്ടൊന്നുമില്ല. ഞാൻ എൻ്റെ മക്കളും മാത്രം വീട്ടിൽ കയറിയതാണ്. പിന്നെ പിറ്റേ ദിവസമാണ് എൻ്റെ മോനെ കുട്ടികളെയും കൂട്ടി വരുന്നുണ്ടുമ്പോൾ മന്തി വെക്കണം എന്നൊക്കെ പറഞ്ഞു. നമ്മളിപ്പോൾ ഈ സാധനമൊക്കെ നമ്മൾ വീട്ടിൽ കൊണ്ടുവരുന്ന സമയത്തൊക്കെ അവർക്കെല്ലാം ബിരിയാണി വെച്ച് കൊടുക്കണമല്ലോ. അപ്പോൾ ഇങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യമെല്ലാം ആയിട്ട് നമ്മൾ സാധനം വീട്ടിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ടൈമിലൊക്കെ ഇങ്ങനെ ബിരിയാണി വെച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മോൻ പറഞ്ഞപ്പോൾ എനിക്ക് ഇന്ന് മന്തി വെച്ചാൽ മതി. മോൻ്റെ ക്ലാസ്സിലെ കുട്ടിയൊക്കെ നമ്മൾ കയറുന്ന ദിവസം മന്തി വെച്ചിട്ടുണ്ടേനി. അപ്പോൾ കയറുന്ന ദിവസം ഞാൻ ആരോട് പറഞ്ഞിട്ടൊന്നുമില്ല. പിറ്റേന്നാണ് ഉപ്പാനോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ പിറ്റേന്ന ദിവസമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അതെന്ന് വെച്ചാൽ ഇന്നലെ ഉപ്പി ഇളയമേ വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ വന്നപാടെ അവർക്ക് രാവിലത്തെ നാസ്തയെല്ലാം ഞാൻ കൊടുത്തു. ഉച്ചക്കത്തെ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം ഇളമ പിന്നെ ഉറങ്ങാൻ പോയി. ഒരു 5.5 മണിക്കൂർ എടുത്തിട്ടുണ്ടാവും കണ്ണൂർ എത്താൻ വേണ്ടിയിട്ട്. അതിനിടയിൽ ഞാൻ കല്ലുംകായ് പുഴുങ്ങി എടുത്തിട്ടുണ്ട്. വൈകുന്നേരം ചായയൊക്കെ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇതാ കല്ലുംകായ് പൊരിച്ചിട്ട് എടുക്കാൻ പോകുന്നുണ്ട്. ഭർത്താവിൻ്റെ ഏട്ടന് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ വീട് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഓർക്കും കല്ലുംകായ് എന്ന് പറഞ്ഞാൽ ഞാൻ ആർക്കും ഇഷ്ടമില്ലാത്തത്. അപ്പോൾ ഞാൻ കുറച്ച് കൂടുതലായിട്ട് മേടിച്ചിട്ടുണ്ടായി, 2 കിലോ മേടിച്ചിട്ടുണ്ടായിനി. അപ്പോൾ ഭർത്താവിൻ്റെ ഏട്ടനും ചായയൊക്കെ കുടിച്ചു. അവർ പോകാൻ വേണ്ടി നിൽക്കിയെന്ന്. ഭർത്താവിൻ്റെ ഏട്ടനും കുറച്ച് സമയം വന്നിട്ട് പാങ്ങണ്ടോളും മക്കളും ഒക്കെ വന്നിട്ടുണ്ടായിനി. കുട്ടികളെ പിന്നെ പറയണ്ട, ഭയങ്കര ഒച്ചപ്പാട് ബഹള വീട്ടിൽ വന്നു കഴിഞ്ഞാൽ. അപ്പോൾ ഉപ്പ കൊണ്ടാക്കാൻ വേണ്ടി പോകുന്നുണ്ട് ഭർത്താവിൻ്റെ ഏട്ടനെ. ഭർത്താവിൻ്റെ ഏട്ടൻ ഗൾഫിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ഉപ്പാനെ വേണം. ടൗണിൽ പോകണം, ഡോക്ടറെ കാണിക്കാനും ഒക്കെ ഉപ്പാൻ്റെ പേര് തന്നെ പോകാറ്. അവർ രണ്ടാളും നല്ല ജോലിയായിട്ട് എവിടെ വേണമെങ്കിൽ പോകാറ്. അപ്പോൾ അങ്ങനെ ഉപ്പ ഭർത്താവിൻ്റെ ഏട്ടനെ ഒന്ന് കൊണ്ടാക്കാൻ പോയിട്ടുണ്ട് അവരെ വീട്ടിലേക്ക്. പിന്നെ വൈകിട്ട് നമ്മൾ കല്ലുംകായ് പൊരിച്ചുകൊണ്ടിരിക്കുക. നല്ല ടേസ്റ്റാണ്. ചെറിയ കല്ലുംകായ് ഞാൻ മേടിച്ചിട്ടുള്ളത് കേട്ടോ. നല്ല രസമുണ്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. കുട്ടികൾക്കെല്ലാം അങ്ങനെ ചായ കൊടുത്തു. പിന്നെ ഇളയമ്മക്ക് പൊർത്തിക്ക മാങ്ങ, ഓരോ നാട്ടിൽ പൊർത്തിക്ക മാങ്ങാൻ എന്താ പറയുക എനിക്കറിയില്ല. പക്ഷെ എൻ്റെ നാട്ടിൽ പൊർത്തിക്ക മാങ്ങ വടകര നാട്ടിൽ പറയും. ഇവിടെ കയ്യം മാങ്ങ എന്ന് പറയും കണ്ണൂർ. പിന്നെ
നിലമ്പൂർ പറയാൻ അണ്ടി മാങ്ങാന്നാ അങ്ങനെ എന്തോ പറഞ്ഞു ഇളാമ്മ. അപ്പോൾ ആ മാങ്ങൻ്റെ മുറിച്ചിട്ട് മുളകും ഉപ്പും ഇട്ടിട്ട് ഇളാമ്മ കഴിച്ചുകൊണ്ടിരിക്കുന്നു. അവർക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ആങ്ങണ്ടോളും കുട്ടികളും നടക്കാൻ പോയിട്ടുണ്ടെങ്കിൽ തൊട്ടപ്പുറം തന്നെയാണ്. അപ്പോൾ ആ മരത്തിൻ്റെ മുകളിൽ നിന്ന് പറിച്ചെടുത്തതാന്ന് പറഞ്ഞത്. അപ്പോൾ അതിൽ മുളകും ഉപ്പും ഇട്ട് കഴിച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇളാമ്മക്ക് ഭയങ്കര ഇഷ്ടമായി. എന്നോട് പറഞ്ഞാൽ ഇനി നമ്മുടെ നാട്ടിൽ നിന്ന് ഇങ്ങനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതേപോലെ ഒന്ന് കഴിച്ച് നോക്കണം എന്ന് പറഞ്ഞു. നല്ല രസമുണ്ട് കഴിക്കാൻ ഇന്ന്. കുട്ടികളെ കളിയൊന്നും പറയണ്ട കേട്ടോ. ഒരാൾ ഫോണിനെ കൊണ്ട് കളിക്കുന്നുണ്ട്, ഒരാൾ ടി വി കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. കുട്ടികൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്താ പറയണ്ടേ, പോകാൻ തോന്നേയില്ല. ഇവിടെ തന്നെ നിൽക്കണം എന്നാണ്. പക്ഷേ സ്കൂളുണ്ടല്ലോ, അതുകൊണ്ട് പിന്നെ നിൽക്കാൻ പറ്റില്ലല്ലോ. അപ്പം വൈകിട്ട് ഒരു 6:30 മണിയായാലും ഓള് പറഞ്ഞ് രാത്രിത്തെ ഭക്ഷണമൊക്കെ ഞാൻ ഉണ്ടാക്കാം, നിങ്ങൾ റെസ്റ്റ് എടുത്തോ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ആശ്വാസമായി. കാലിന് റെസ്റ്റ് കിട്ടില്ല. അത്രയും സമയം ഞാനിങ്ങനെ പണിയെടുത്തോണ്ടൊക്കെ എനിക്ക് കാലിൽ നല്ല വേദന ഉണ്ട്, മസിലും ഒക്കെ നല്ല വേദന, അനക്കാൻ പറ്റുന്നില്ല. ഡോക്ടറെ കാണിക്കാനും സമയം ഉണ്ടായിട്ടില്ല. അപ്പോൾ ഓള് ബിരിയാണി ഉണ്ടാക്കാന്ന് വിചാരിച്ച് ഞാൻ പോയിട്ട് മകരി നിസ്കരിച്ചിട്ട് അടുപ്പിൽ കിടന്നു. അവളിങ്ങനെ ചിക്കൻ ഫ്രൈ ചെയ്തിട്ടാണ് ബിരിയാണി ഉണ്ടാക്കുന്നത്. ഇതെൻ്റെ മോളെ പൂച്ചയാണ് കേട്ടോ. നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്കും അതെ. ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് രാത്രി തന്നെ ഓള് പോയി. പിറ്റേന്ന് രാവിലെ ഞാൻ എടുക്കുന്നത്. പിറ്റേന്ന് രാവിലെ എന്ന് വെച്ചാൽ ഇന്ന് രാവിലെ. അപ്പോൾ ബിരിയാണി തലേന്നത്തെ ഇഷ്ടം പോലെ ഉണ്ടായിനി. അപ്പോൾ രാവിലെ ഭക്ഷണം ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. കുട്ടികൾക്കും ബിരിയാണി മതി, ഭർത്താവിനും മതി, എനിക്കും മതി. പിന്നെ ഇളമാക്കും ബിരിയാണി മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഉപ്പാക്ക് മാത്രമേ ഉണ്ടാക്കണ്ടുള്ളൂ. ഉപ്പാക്ക് ചപ്പാത്തി മാത്രമേ ഉണ്ടാക്കാന്ന് വിചാരിച്ച്. പിന്നെ ഇളമ മീൻ മുറിക്കാൻ ഇരുന്നിട്ടുണ്ട്. ഞാൻ അതിനിടയിൽ ചോറ് വെക്കുന്നുണ്ട്. പിന്നെ ബീട്രൂട്ട് വറവ്, മത്തി പൊരിച്ചത്, മത്തി മുളക് ഇട്ടത്, പിന്നെ പച്ചക്കറി, ഒരു വെണ്ടക്കൻ്റെ കറി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ രാവിലത്തെ സമയം, രാവിലെ എന്ന് വെച്ചാൽ ഒരു 6:30 മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. 7 മണി ആയിട്ടുണ്ട്. ആ സമയത്ത് ഞാൻ ഈ വീഡിയോസ് എടുക്കുന്നത്. ഉറങ്ങിപ്പോയി, നല്ല ക്ഷീണം ഉണ്ടായിനി. അപ്പോൾ കുറച്ച് ലേറ്റ് ആയിട്ട് ഞാൻ എണീറ്റത്. ഒരു 6 മണിക്ക് ഞാൻ എണീറ്റത്. അപ്പോൾ ആരുമില്ല, എല്ലാവരും നല്ല തിരക്കായിരിക്കും എല്ലാ വീട്ടിലും. എന്ന് വെച്ചാൽ രാവിലെ കുട്ടികൾ പറഞ്ഞേക്കുന്ന ദിവസമല്ലേ, അപ്പോൾ ബോക്സിൽ ടിഫിൻ ബോക്സിലാക്കി കൊടുക്കണം, അങ്ങനെയൊക്കെയല്ലേ. പിന്നെ ഉപ്പ നല്ല ഉറക്കാന്ന്. ഉപ്പ എണീറ്റിട്ടില്ല. ഉപ്പ പറഞ്ഞാൽ എനിക്ക് തീരെ വയ്യ, അത്രയും വണ്ടി ഓടിച്ച് വന്നില്ല, അപ്പം നല്ല ക്ഷീണം ഉണ്ടാവും. ഉപ്പ ഉറങ്ങിയെന്ന്. ഞാനിതാ ഭക്ഷണമെല്ലാം വിളമ്പിട്ട് എൻ്റെ ഭർത്താവിനെ ടിഫിൻ ബോക്സിലാക്കി കൊടുക്കുന്നുണ്ട്. മത്തി പൊരിച്ചത്, പിന്നെ ബീട്രൂട്ടിൻ്റെ ഈത്തപ്പഴത്തിൻ്റെ അച്ചാറ്, പച്ചക്കറി കറി, അങ്ങനെയൊക്കെ ഉണ്ടാക്കിയിട്ട് ഒരു കവറിലാക്കി കൊടുത്ത് ഞാൻ ബാഗിൽ വെച്ചിട്ട് അവർ പോകാൻ വേണ്ടി നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ ഓറ് പോകുന്ന സമയത്ത് ഇങ്ങനെ വണ്ടി തുടക്കുന്നുണ്ട്. വണ്ടി തുടക്കാനൊക്കെ നല്ല മടിയാണ്, എപ്പെങ്കിലേ വണ്ടി കയറുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു തുടക്കണ്ട, പൊടി പോയി പോവെന്ന് പറഞ്ഞു. അപ്പോൾ ചിരിക്കുക. അപ്പോൾ ഓറ് ഹസ്ബൻഡ് പോയി. പിന്നെ ക്ലീൻ ചെയ്യാനുണ്ട് ഇഷ്ടം പോലെ. പിന്നെ മോന് ഭക്ഷണം വിളമ്പി കൊടുക്കാനുണ്ട്. പിന്നെ ഉപ്പ അതിനിടയിൽ പല്ല് വെച്ചിട്ട് വന്നിട്ടുണ്ടായിന്. അപ്പം അങ്ങനെ ഓരോ കാര്യങ്ങളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. നല്ല തിരക്ക്. രാവിലെ ഒട്ടും തന്നെ വീഡിയോ ഒന്നും എടുക്കാനും സമയം ഉണ്ടാവില്ല. അപ്പോൾ അതിൻ്റെ ഇടയിൽ റാഗിപ്പൊടിനെ കൊണ്ട് ഇളമ്മ ദോശ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടായിന് ഉപ്പാക്ക്. പക്ഷെ ഒട്ടും തന്നെ ശരിയാവുന്നില്ല, ഒട്ടിപ്പിടിക്കുന്നു. അപ്പം ഞാൻ പറഞ്ഞു നമുക്ക് ചപ്പാത്തി റെഡിയാക്കി കൊടുക്കാം. ഉപ്പയും ഇളമ്മയും ഞാനും ഒരുമിച്ചാണ് ഭക്ഷണം കഴിച്ചത്. ഉപ്പ ഭക്ഷണം കഴിച്ചിട്ട് എൻ്റെ മോനെ സ്കൂളിൽ കൊണ്ടാക്കി കൊടുക്കുന്നുണ്ട്. ഓൻ്റെ മുഖം കാണുന്നതിന് മടി ഓൻ പെരടിമേൽ ബാഗ് വെച്ചിട്ടാണ് പോകുന്നത്. വീഡിയോയിൽ നിൽക്കാൻ ഭയങ്കര മടി എൻ്റെ മോനെ. ഞാൻ കാണാണ്ടല്ലാന്ന് വീഡിയോസ് എടുക്കാറ്. ഇതേ അടുക്കളയിൽ കുറേ പാത്രങ്ങളായിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇടയ്ക്കിടെ ഇങ്ങനെ പാത്രം കഴുകുന്നുണ്ട്, അത്ര പാടില്ല, എന്നാൽ പോലും ഒന്ന് ക്ലീൻ ചെയ്യാനൊക്കെ ഉണ്ട്. അപ്പോൾ ക്ലീനിനൊക്കെ കഴിഞ്ഞു. രാവിലെ ആയ ഒട്ടും തന്നെ സമയം ഉണ്ടാവില്ല, എല്ലാം തിരക്കായിരിക്കും. അടുക്കളയിൽ ഫുൾ പണിയൊക്കെ കഴിഞ്ഞ് ക്ലീൻ ചെയ്ത് കുളിച്ച് ഫ്രഷ് ആയിട്ടൊന്ന് ഡോക്ടറെ കാണിക്കുന്നുണ്ട്. ഉപ്പാനെയും കൂട്ടി ഞാൻ ഡോക്ടറെ അടുത്ത് പോക്കിയത്. നല്ല കാലുവേദന വെച്ചാൽ ഒട്ടും തന്നെ വയ്യ, കാല് നല്ല വേദന ഉണ്ട് ഇനി. അപ്പോൾ ഉപ്പാനെയും കൂട്ടി ഞാനിതാ ഡോക്ടറെ കാണിക്കാൻ പോകുന്നത്, ആയുർവേദ ഡോക്ടറെ കാണിക്കാൻ പോകുന്നത്. പക്ഷെ അവിടെ പോയതിന് ശേഷം അവിടെ ഡോക്ടർ ഇല്ലാത്തത് കൊണ്ട് കാണിക്കാൻ പറ്റിയില്ല. നമ്മൾ കുറേ ആയി കാണിച്ചിട്ട്. അപ്പം ഇങ്ങനെ കാലുവേദന ഇല്ലാത്തതാണ്. പക്ഷേ ഇങ്ങനെ പണിയെല്ലാം അന്നേരം നമ്മൾ ഒരേ നിപ്പിന് പണിയെടുത്ത് കഴിഞ്ഞാൽ എനിക്ക് കാലുവേദന എന്തായാലും വരും, മസിൽ വേദന നല്ലോണം വരും. അപ്പോൾ ഞാൻ ഡോക്ടറെ കാണിക്കാണ്ട് ഇതാ ഇപ്പോൾ എനിക്കൊന്ന് ടൗണിൽ പോകേണ്ട ആവശ്യമുണ്ട്, എനിക്ക് കുറച്ച് സാധനം മേടിക്കാനൊക്കെ. അപ്പോൾ ഞാൻ ഒരു കടയിൽ കയറിയിട്ട്, ഉപ്പാക്ക് പരിചയമുള്ള ഒരു കടയാണ്. അപ്പോൾ അവിടെ കയറിയിട്ട് ഒരു പൈനാപ്പിൾ കഴിച്ചു. പൈനാപ്പിൾ മുറിച്ചിട്ട് നമ്മൾ ഉപ്പിലിട്ട പൈനാപ്പിളെല്ലാം കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാനത് എടുക്കാണ്ട് മുറിച്ച് നേരിട്ട് വെച്ച ഒരു പൈനാപ്പിൾ ഉണ്ടായിനി കേട്ടോ. ഒരു ബോക്സിലാക്കി വെച്ചിട്ടുണ്ടായിനി, നല്ല മധുരമുണ്ട്. അപ്പോൾ അത് എടുത്ത് കഴിച്ചു. അതിനിടയിൽ അവിടെ പപ്പായില്ലേ, പപ്പായ എന്ന് പറയും, പിന്നെ കർമൂസ എന്ന് പറയും, പപ്പക്കായി എന്ന് പറയും. ഓരോ നാട്ടിലും ഓരോ പേരാണ്. ഇത് പഴുത്തതായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഞാനൊരു വലിയ കർമൂസ നോക്കി എടുത്തു കേട്ടോ. മുറിച്ച് വെച്ചതിൽ ഏറ്റവും വലുത് നോക്കി ഞാൻ എടുത്തു. പക്ഷെ നല്ല രസമുണ്ട് കഴിക്കാൻ, നല്ല സീറ് പോലെ ഉണ്ട്. നമ്മൾ കഴിക്കുന്ന സമയത്ത് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കാൻ തോന്നും. ഉപ്പ പറയുന്നുണ്ട് ഇനി വേണമെങ്കിൽ ഒന്നും കൂടി എടുത്തു, വേണമെങ്കിൽ ഒന്നും കൂടി എടുത്തു. അപ്പം ഞാൻ പറഞ്ഞു വേണ്ടപ്പോൾ ഇതന്നെ മതി, നല്ല വലിപ്പമുള്ള നോക്കിയിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ ഉപ്പയും ആ കടയിലെ മുതലാളിയായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി അതിനിടയിൽ 2-3 പേര് ജ്യൂസിനും ലൈമിനും ഒക്കെ വന്നിട്ടുണ്ട്. ഇനി ഞാൻ പിന്നെ പുറത്ത് പോയി. അപ്പോൾ ഉപ്പാനോട് ഞാൻ പറഞ്ഞു നമുക്ക് ടൗണിൽ പോകാം, കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടല്ലോ വാപ്പാന്ന് പറഞ്ഞിട്ട് നമ്മൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി നേരെ ടൗണിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് കണ്ണൂർ ആയിക്കര പോകുന്ന വഴിയാണ് കേട്ടോ.
ടൗണിലെത്തി ടൗണിൽ നിന്ന് പച്ചക്കറിയും അനാദ്യമൊക്കെ മേടിച്ചു. പിന്നെ നേരെ ആയിക്കര മിൽമാബുത്തുണ്ട്, ഇവിടെ ചായ കുടിച്ചിട്ട് പോവാന്ന് പറഞ്ഞു. ഇപ്പം എന്നാലും എനിക്ക് ചായ കുടിക്കണം എന്നില്ല, ഉപ്പാൻ്റെ നിർബന്ധം കൊണ്ട് ചായ കുടിക്കാൻ കയറിയതാണ്. പക്ഷെ ഇവിടുത്തെ ചായ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ, കഴിച്ചാൽ മതിയാവില്ല, നല്ല രസമാണ് കഴിക്കാൻ. അപ്പം ബർഗർ മേടിച്ചിട്ടുണ്ട്. ഇനി ഇതിൽ മയോണീസും ചിക്കനും കുറച്ച് പച്ചക്കറിയൊക്കെ ഇട്ടിട്ടാണ്, നല്ല രസമുണ്ട് കഴിക്കാൻ. അപ്പം ഞാനും ഉപ്പയും കഴിച്ചു. അതേപോലെ തന്നെ കുട്ടികൾക്കും വേണ്ടിയിട്ട് പാർസലും മേടിച്ചിട്ടുണ്ട്. ഇനി കുറച്ച് സമയം അവിടെ നിന്ന് പോകാൻ എനിക്ക് മെഡിക്കൽ ഷോപ്പിൽ പോകാനുണ്ട്, ഇനിയും ഗുളിക മേടിക്കാനുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ തൊട്ടപ്പുറത്തെ ഒരു മെഡിക്കൽ ഷോപ്പ് ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ കയറി പാക്ക് വേണ്ടുന്ന ഗുളിയൊക്കെ മേടിച്ചു. നേരെ പിന്നെ വീട്ടിലേക്ക് പോവാ എന്ന് പറഞ്ഞേ. അപ്പോൾ നേരെ നമ്മൾ വീട്ടിലേക്ക് പോയി. ഇളമണ്ട് വീട്ടിൽ കിടന്നുറങ്ങിയെന്ന് കേട്ടോ. രാവിലെ എഴുന്നേറ്റത് പിന്നെ അതുമാത്രമല്ല, വീട്ടിലാരും ഇല്ലല്ലോ വർത്തമാനം പറയാനൊക്കെ. മോളല്ലേ, മോള് പിന്നെ അങ്ങനെ വർത്തമാനം പറയാൻ നിൽക്കില്ല, ഭയങ്കര മടിയാണ്. അപ്പോൾ അതെൻ്റെ മോളെ പൂച്ചയാണ് കേട്ടോ. അവൾ നിൽക്കുന്നിടത്തൊക്കെ ഉണ്ടായി പൂച്ച. ഒക്കെ പൂച്ച മടിയിലാണ് എപ്പോഴും സമയത്തും ഉണ്ടാവാൻ. ഉറങ്ങുന്നിടത്തും ഉണ്ടാവുള്ളൂ, അതിൽ തന്നെ കെട്ടിപ്പിടിച്ച് കിടന്നിട്ടുണ്ടാവും. അത്രയ്ക്ക് ഇഷ്ടമാണ് പൂച്ചക്കോള്, പിന്നെ അവക്ക് പൂച്ചനെയും. അപ്പോൾ ഇത്രയല്ലോ എൻ്റെ വീഡിയോ. അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.